കർത്താവിന്റെ ഏകദേശം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുപാട് കാലം ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഏർപ്പെടുത്തിയ വിധങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പേര് നാവും കാര്യങ്ങളുടെ കുഞ്ഞുങ്ങളും സ്വദേശത്തായിരിക്കുന്നു. സെൻട്രലിനോട് ചേർന്ന് നിൽക്കുന്ന പെരുമാനൂർ ഏരിയയിലാണ് പ്രവർത്തിക്കുന്നത്. ായിരിക്കുന്ന പ്രിയ ദൈവദാസന്മാർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ഡിസംബർ ക്രിസ്മസ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഫോൺ വിളിക്കുവാൻ എന്നാൽ തന്റെ ദാസൻ എന്നോട് പറയുവാനിടയാ ഞാൻ അല്ലെങ്കിൽ അടുത്ത ഇന്ന് രാത്രിയിൽ നാട്ടിലേക്ക് പോവുകയാണ്. ഇനിയും വിസ 35 ദിവസത്തേക്ക് കൂടെ ഡേറ്റ് ഉണ്ട്. എന്നാൽ പെട്ടെന്ന് ആ ദേശത്തിൽ വ്യക്തമാകുന്ന വിഷമം തീർച്ചയായിട്ടും വിരോധികൾ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പെട്ടെന്ന് നാട്ടിൽ ചെല്ലണമെന്നുള്ള അറിവ് കിട്ടുവാൻ ഇടയായി. അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി അർജന്റായിട്ട് പോകുവാൻ വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. പേരിലായിരിക്കുന്ന മറ്റു ദൈവദാസന്മാർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക പ്രിയ മനോജ് പോളിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു സുഹൃത്താണ്. അനുഗ്രഹീതനായ ദൈവദാസനെ ഓർത്ത് സ്തുതിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വേദി പങ്കിടുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ കടന്നുവന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്ക് ദൈവനാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും മാനിക്കട്ടെ. അല്പസമയം ഉള്ളതുകൊണ്ട് എവിടെ തുടങ്ങണോ എങ്ങനെ തുടങ്ങണോ എന്ന് അറിയുന്നില്ല. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ദൈവത്തെ അറിയുവാൻ ദൈവം എനിക്ക് മുഖാന്തരങ്ങൾ ഒരുക്കി തരുവാൻ ഇടയായി തീർന്നു. ഈ ദൈവത്തെ അറിഞ്ഞത് എന്റെ ജീവിതത്തിൽ ഒരു പുനർജീവനമായിരുന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രിയപ്പെട്ടവളുമായി ഞങ്ങൾ 4 പേരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ആഗ്രഹിച്ച ഒരു രാത്രിയുണ്ട്. വീട്ടുകാരും ചാർച്ചക്കാരും എല്ലാവരാലും തള്ളപ്പെട്ട് ഒരു നേരത്തെ ആകാരത്തിന് വകയില്ലാത്തൊരു അനുഭവത്തിലേക്ക് ഞങ്ങളുടെ കുടുംബം എത്തുവാൻ ഇടയായി. 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ദൈവം തമ്പുരാൻ എന്നെ താഴേക്ക് തള്ളിയിട്ട് സന്ദർശിച്ച് ഈ യേശുവിനെ അറിയാൻ ദൈവം ബാംഗ്ലൂരിൽ വെച്ച് മുഖാന്തരങ്ങളെ ഒരുക്കി. അങ്ങനെ നാട്ടിൽ കടന്നു വന്ന് ഒരു നേരത്തെ ആകാരത്തിന് വകയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഞങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, കൃഷ്ണനാഥിൽ ഇനി എന്ത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു, ആരും സഹായമില്ലല്ലോ, എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? അല്ലെങ്കിൽ പെൺകുഞ്ഞാണ്. അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ടത് ഞാൻ ഒറ്റയ്ക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാമെന്നാണ്. എന്നാൽ പെട്ടെന്ന് എന്റെ ഉള്ളിൽ ചിന്ത വന്ന ഒരു പെൺകുഞ്ഞാണ്. 2 കുഞ്ഞുങ്ങളെ ആരുടെയെങ്കിലും എടുക്കൽ കൊണ്ടുവന്നവർ ഇറക്കുന്നത് കാണുവാൻ അല്ലെങ്കിൽ പിൻകാലത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ വേണ്ട, നമുക്ക് 4 പേർ കൂടെ ചെയ്യാം. അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ഈ ആത്മാവ് ശക്തമായി എന്നോട് സംസാരിച്ചു. അല്ലെങ്കിൽ ഞാനാണ് നിന്നെ വിളിച്ചത് എന്നൊരു സ്വരം കേൾക്കുവാൻ ഇടയായി. ഞാൻ ചാടിക്കുട്ടി എഴുന്നേറ്റിട്ട് എന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു, നീ എന്നെ തട്ടി വിളിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചില്ല. വീണ്ടും കിടന്നു. എന്റെ തീരുമാനം രാവിലെ കാപ്പി ഉണ്ടാക്കി അതിനകത്ത് വിഷം കലക്കി അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ മരിക്കുക എന്നുള്ള തീരുമാനമാണ്. അല്ലെങ്കിൽ എന്നാൽ രാവിലെ യാമങ്ങളിൽ അല്ലെങ്കിൽ ഏതാണ്ട് 3:30 അടുക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്നെ തട്ടി ഉണർത്തി. ഞാനാണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാവിലെ കാലം അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ ചർച്ചിലേക്ക് പോകുവാൻ എന്റെ ഭാര്യ എന്നെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കരുതി അല്ലെങ്കിൽ എന്നെ ആരോ ഇന്നലെ രാത്രികാലം തൊട്ടിരിക്കുന്നു. ഒരു അസാധാരണമായ അവസ്ഥ എന്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. അല്ലെങ്കിൽ ഞാൻ ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൃഷ്ണനാലി ആ ദൈവദാസനിലൂടെ എന്റെ ബുദ്ധിമുട്ട് മാറുവാനുള്ള സാമ്പത്തികം എന്റെ കരങ്ങളിൽ എത്തുവാൻ ഇടയായിത്തീർന്നു. എനിക്ക് മനസ്സിലായി കഴിഞ്ഞ രാത്രികാലം എന്റെ അപ്പനാണ് എന്നോട് സംസാരിച്ചിരിക്കുന്നത്. ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ദൈവമേ, ഇനി എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കാൻ പോകുകയാണ്. അങ്ങനെ ഈ ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഇറങ്ങിത്തിരിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ അല്ലെങ്കിൽ പിൻകാലത്ത് അല്ലെങ്കിൽ ഭയങ്കരമാകുന്ന അല്ലെങ്കിൽ കഷ്ടതകളും പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഒരു നേരത്തെ ആകാരം വീണ്ടും അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. 3 വർഷക്കാലം ഞാനും എന്റെ ഭാര്യയും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അടുത്തുള്ള ഒരു സഹോദരിയുടെ ഭവനത്തിൽ അല്ലെങ്കിൽ കന്നാലി വളർത്തുന്ന അവസ്ഥകളുണ്ട്. അവർക്ക് വീട്ടിൽ പോയി അല്ലെങ്കിൽ പോച്ച അർത്ഥ കൊടുത്ത് അവർ ഞായറാഴ്ച വൈകുന്നേരം 100 രൂപയും തരാൻ ഭാര്യയും തരും. കൃഷ്ണനാലിയ ഇതിൽ 50 രൂപ ഞാൻ എടുക്കും. അല്ലേലിയ ബാക്കിയുള്ള പൈസ വീട്ടിൽ കൊടുത്ത് അങ്ങനെ ഞങ്ങളുടെ ഉപജീവന മാർഗം. ഞങ്ങളുടെ അല്ലെങ്കിൽ എന്റെ സ്ഥലമെന്ന് പറയുന്നത് അഞ്ചൽ ചെന്നപ്പെട്ട എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെ ഫോറസ്റ്റ് ഏരിയയാണ്. വനത്തിൽ പോയി വിളവ് കൊണ്ടുവന്ന് കൊത്തിക്കറി കൊടുത്ത് അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പോയ സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്.
ഞാനിത് പറയുന്നത് ഹല്ലേലൂയ, എന്റെ ദൈവം ഇന്നയോളം ഇവിടെ വരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. ഞാനിവിടെ വന്നതിൽ ഹല്ലേലൂയ അബുദാബിയിൽ ജോലിയിലായിരിക്കുന്ന ഒരു മുരുകൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നാണ്. തന്റെ ഭാര്യ താൻ വിശ്വാസത്തിൽ വന്നിട്ട് 20 കൊല്ലമായി. തന്റെ ഭാര്യ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ കടന്നു വരുവാൻ മടിച്ചു നിൽക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ അഭിഷേക അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ശക്തി തന്നിൽ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് തലയിൽ വീണ് താന്റെ ദാസിൽ നിന്ന് പോകുവാനിടയായി. ആ ഒരു സ്നേഹം പ്രിയപ്പെട്ടവന് പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതാകുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അബുദാബിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ സഹോദരി വിസിറ്റിങ്ങിന് കൊണ്ടുവന്ന് ജ്ഞാനപ്പെടുത്തി മടക്കി വിടുവാൻ ഇടയായി തീർന്നു. അതിന്റെ ഒരു സ്നേഹമാണ് ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുവാൻ ദൈവമുഖാന്തരങ്ങളെ ഒരുക്കുവാൻ ഇടയായി തീർന്നത്. എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, ആസ്വാദനം കുറവാണ്, മറ്റു കാര്യങ്ങളെല്ലാം കുറവാണ്. എങ്കിലും എനിക്കറിയാം എന്നിലൊരു ദൈവ കൃപ വ്യാപരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടതകൾ ഏറ്റതിന്റെ പുറകിൽ, കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ അവജ്ഞകൾ ഏറ്റതിന്റെ പുറകിൽ ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിനകത്ത് വളരെ പേർ സാക്ഷ്യങ്ങളിലൂടെ വേദനയോടെ പ്രയാസത്തോടെ അല്ലെങ്കിൽ കണ്ണുനീരോടെ നിങ്ങൾ അത് യാചിക്കുവാൻ ഇടയായി തീർന്നു. ഇത് നമ്മൾ മനുഷ്യന്റെ മുൻപിലല്ല യാചിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ യാചിച്ചിരിക്കുന്നത്. കർത്താവ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്നെയും നിങ്ങളെയും വഴി നടത്തുവാൻ ദൈവം തമ്പുരാൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. പത്രോസ് ചോദിക്കുന്നു, കർത്താവെ ഞങ്ങൾ സകലതും വിട്ടിറങ്ങി, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ നീ നിത്യതയെ നോക്കി ജീവിക്കാൻ താല്പര്യപ്പെട്ടാൽ നിന്നെ ഞാൻ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി നമ്മൾക്ക് ആകാംക്ഷയോടെ ഈ ദിവസങ്ങളിൽ കാത്തിരിക്കാം. അല്ലെങ്കിൽ കിളിമാനേറിയ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തോമസ് ജോൺ അവറുകളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ആരാധനയ്ക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന ദൈവദാസനാണ്. താൻ അജ്മാനിൽ താമസിക്കുന്നു. അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ 13 അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനം കടന്നു വന്ന് ആരാധിക്കുന്നുണ്ട്. 4 പ്രവർത്തനങ്ങൾ ഔട്ട്സ്റ്റേഷനായി പ്രവർത്തിച്ചു പോകുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ഭവനങ്ങളിലുള്ള ആരാധന എല്ലാം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വേഗോ സെന്ററിനോട് ബന്ധപ്പെട്ട 2 അല്ലെങ്കിൽ ഭവനങ്ങളിൽ വെച്ചുള്ള ആരാധനകൾ അവർ അല്ലെങ്കിൽ 12 മണിയോടനുബന്ധിച്ച് നടുക്ക് കയറി നിന്ന് അവിടുത്തെ വീട്ടിന്റെ ഉണർവൊക്കെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുവാൻ ഇടയായി തീർന്നു. നിങ്ങളെല്ലാം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും ടിവിയിലൂടെ ഒക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കിളിമാനൂർ പ്രദേശം അതുപോലെ ആറ്റിങ്ങൽ പ്രദേശം ഒക്കെ വളരെ ഭീതിയിൽ അല്ലെങ്കിൽ ദൈവവചനം ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ദേശത്തെ ഓർത്ത് ശക്തമായി പ്രാർത്ഥിക്കുക. ഹൈന്ദവർ മാത്രം തെങ്ങിപ്പാർക്കുന്ന ഒരു ദേശത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. വലിയ പ്രാർത്ഥനയും ദൈവനാമത്തിൽ നൽകിയ ചോദിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ മഹാ അത്ഭുതങ്ങളെ കാണുവാനിടയായി. രോഗികൾ, ക്യാൻസർ രോഗികൾ വന്ന് സൗഖ്യമാകുന്നു. അല്ലെങ്കിൽ ജാതിക മണ്ഡലങ്ങളിൽ ക്യാൻസർ രോഗികളെ ദൈവം സൗഖ്യമാക്കുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് സൗഖ്യം കൊടുക്കുന്നു. കിഡ്നിക്ക് കംപ്ലൈന്റ് ഉള്ളവരെ ദൈവം സൗഖ്യമാക്കുന്നു. ഭൂതങ്ങൾ ബാധിച്ചവർ വന്ന് വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ പോകുന്നു. മെന്റൽ രോഗികളെ ദൈവം സൗഖ്യമാക്കുന്നു. ഈ ദൈവം ഇതിന്റെ നടുവിൽ ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് രോഗത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, അല്ലെങ്കിൽ നസ്രയനായ യേശുവിൽ ആത്മാർത്ഥമായി വിശ്വസിച്ച് കരയാൻ താല്പര്യപ്പെട്ടാൽ എന്റെ തമ്പുരാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന വിടുതൽ നിങ്ങളും കാണുവാൻ, നിങ്ങളും അനുഭവിക്കുവാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി തരുവാനിടയായി തീരും. അതുകൊണ്ട് ആ ദേശത്തെ ഓർത്ത് നിങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ് അല്ലെങ്കിൽ 24 പേരോളം കടന്നു വന്ന് അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ് എല്ലാ ഞായറാഴ്ചയും സഭായോഗം കഴിഞ്ഞതിന് ശേഷം ബൈബിൾ ക്ലാസ് ക്രമീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഭംഗിയായ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, പ്രിൻസ് പി എസ് ഇങ്ങനെയുള്ള ദൈവദാസന്മാർ അല്ലെങ്കിൽ ഡോക്ടർ പ്രിൻസ് പി എസ് ഇങ്ങനെയുള്ള ദൈവദാസന്മാർ കടന്നു വന്ന് ദൈവവചനം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ വിശാലതയിലേക്ക് ദൈവം തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പോയി പ്രവർത്തിക്കുമ്പോൾ 26-27 പേര് മാത്രമാണുള്ളത്. എന്നാൽ ഇന്ന് അല്ലെങ്കിൽ ഏതാണ്ട് 80-ൽ പരം ആൾക്കാരെ ദൈവദാനമായി തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 4.5 വർഷക്കാലമായിരിക്കുന്നു. അല്ലെങ്കിൽ ആൾക്കാർ കടന്നു വരുന്നതിനോടുള്ള ബന്ധത്തിൽ പുറകിലൊക്കെ ഭയങ്കര ചോദ്യങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും പേരൊന്നും ഇല്ലായിരുന്നില്ല, ഇത് എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ 10-14 കിലോമീറ്ററുകൾ അല്ലെങ്കിൽ യാത്ര ചെയ്ത് ഞാനും അതിന്റെ പ്രിയപ്പെട്ടവരുടെ കടന്നുപോയി. അല്ലെങ്കിൽ വൈകുന്നേരത്ത് കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ട്യൂഷൻ കഴിഞ്ഞ് വന്നാൽ അവരെ അല്ലെങ്കിൽ വീട്ടിനകത്ത് അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിനെ അടയ്ക്കുന്നത് പോലെ 2 കതവും അല്ലെങ്കിൽ പൂട്ടി എടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. വൈകിട്ട് മാത്രമേ ജനത്തെ കാണാൻ കഴിയത്തുള്ളൂ. ബാക്കി പകൽക്കാലം അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി പോകും. പോയിട്ട് മടങ്ങി ഒരു 10-11 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒന്നിന് പോകണമെങ്കിൽ ഒരു പാത്രം എടുത്ത് അല്ലെങ്കിൽ വെച്ചു കൊടുക്കും, പഴയ പാത്രം അല്ലെങ്കിൽ എടുത്ത് വെച്ചു. അത്രയ്ക്ക് ത്യാഗത്തോടെ ദൈവവേല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയുന്നത് എനിക്ക് 1 സെന്റ് വസ്തുവോ അല്ലെങ്കിൽ ഒരു പാർപ്പിടോ ഒന്നുമില്ല. ദൈവത്തെ അറിയുവാൻ ഇറങ്ങി തിരിച്ചു.
എന്റെ ദൈവം ഇന്നയോടെ ക്ഷേമത്തോടെ വഴി നടത്തി ഒരു ദിവസം പോലും പട്ടിണി ഇട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരുമാകുന്ന സഹായങ്ങൾ ഞാൻ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവനാമത്തിലേക്ക് ഇത്രത്തോളം സമയം ചെലവഴിച്ചു തന്ന വിലയേറിയ ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും മാനിക്കട്ടെ.